ഇന്ത്യയുടെ ടെസ്ല മോഹങ്ങൾക്ക് ചിറകേറിയിരിക്കുകയാണ് മോദി മസ്ക് കൂടിക്കാഴ്ച. അധികം വൈകാതെ ടെസ്ല ഇന്ത്യൻ നിരത്തുകൾ കീഴടക്കും. യുഎസിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഇലോൺ മസ്കും തമ്മിലുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഇലക്ട്രിക് വാഹന നിർമ്മാതാക്കളായ ടെസ്ല ഇന്ത്യയിൽ നിയമനം ആരംഭിച്ചിരിക്കുകയാണ്. ടെസ്ല അഡ്വൈസർ, ഇൻസൈറ്റ് സെയിൽസ് അഡ്വൈസർ, കസ്റ്റമർ സപ്പോർട്ട് സ്പെഷ്യലിസ്റ്റ്, സർവീസ് ടെക്നീഷ്യൻ എന്നിവയുൾപ്പെടെ 13 വിവിധ തസ്തികകളിലേക്ക് ഉദ്യോഗാർത്ഥികളെ തേടി ലിങ്ക്ഡ്ഇൻ പേജിൽ കമ്പനി പരസ്യവും നൽകി കഴിഞ്ഞു. ഒഴിവുകൾ മുംബൈയിലും ന്യൂഡൽഹിയിലുമൊക്കെയാണുള്ളത്. ടെസ്ല ഇന്ത്യയിലേക്ക് പ്രവേശിക്കുന്നത് വളരെ കാലമായി തന്നെ ആലോചിച്ചിരുന്നുവെങ്കിലും ഉയർന്ന ഇറക്കുമതി തീരുവ കാരണം ഈ ഒരു നീക്കത്തിൽ നിന്ന് കമ്പനിയെ പിന്തിരിപ്പിച്ചു. ഈ സാഹചര്യത്തിൽ $40,000 മുകളിൽ വിലയുള്ള ആഡംബര ഇവികളുടെ അടിസ്ഥാന കസ്റ്റംസ് തീരുവ 110% നിന്ന് 70% കുറച്ചത് ഉൾപ്പെടെയുള്ള സമീപകാല സർക്കാർ നയമാറ്റങ്ങൾ ഇന്ത്യൻ വിപണിയെ കൂടുതൽ ആകർഷകമാക്കി എന്ന് വേണം പറയാൻ. കഴിഞ്ഞ വർഷം 110 ലക്ഷം ഇലക്ട്രിക് കാറുകൾ വിറ്റഴിച്ച ചൈനയെ അപേക്ഷിച്ച് ഇന്ത്യയുടെ ഇവി സെക്ടർ ഇപ്പോഴും ചെറുതാണ്. പക്ഷേ ചൈന കഴിഞ്ഞാൽ ഇലക്ട്രിക് വാഹന വിപണിയിൽ രണ്ടാമത് ഇന്ത്യയാണ്. ഇതേ കാലയളവിൽ ഇന്ത്യയുടെ ഇവി വിൽപ്പന എന്ന് പറയുന്നത് ഏകദേശം 1 ലക്ഷം യൂണിറ്റ് മാത്രമായിരുന്നു. ഇതൊക്കെയാണെങ്കിലും ഗവൺമെന്റ് ഊർജോൽപാദനം പ്രോത്സാഹിപ്പിക്കുകയും ഇവി വാഹനങ്ങൾക്ക് പ്രോത്സാഹനം നൽകുകയും ചെയ്യുന്നതിൽ ടെസ്ല ഇന്ത്യയിൽ വളർച്ചാ സാധ്യത കാണുകയായിരുന്നു. ഇതോടൊപ്പം 2070 ഇന്ത്യ നെറ്റ് സീറോയിലേക്ക് നീങ്ങുമ്പോൾ ഡീകാർബണൈസേഷൻ എന്ന രാജ്യത്തിന്റെ ലക്ഷ്യം കൂടിയാണ് നടപ്പിലാകാൻ പോകുന്നത്. എപ്പോൾ വാഹനങ്ങൾ വിൽക്കാൻ തുടങ്ങുമെന്ന് ഔദ്യോഗിക സ്ഥിരീകരണം ഇല്ലെങ്കിലും കമ്പനി ഇന്ത്യയിൽ പ്രവർത്തനം ആരംഭിക്കുകയാണെന്ന് ടെസ്ലയുടെ നിയമന പ്രവർത്തനങ്ങൾ സൂചിപ്പിക്കുകയാണ്. ഡിമാൻഡും സർക്കാർ പിന്തുണയും അനുസരിച്ച് പ്രാദേശിക നിർമ്മാണം തുടങ്ങുന്നതിനെക്കുറിച്ച് തീരുമാനവും ഉണ്ടാകും. അതിനു മുമ്പ് ടെസ്ല കാറുകൾ ഇറക്കുമതി ചെയ്തുകൊണ്ട് ബിസിനസ് സാധ്യത അനലൈസ് ചെയ്യുകയാണ് ആദ്യ നടപടി. കഴിഞ്ഞ ആഴ്ച വാഷിംഗ്ടണിൽ മസ്കും പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയ കൂടിക്കാഴ്ചയെ തുടർന്നാണ് ടെസ്ലയുടെ ഈ ഒരു നീക്കം വരുന്നത്. F-35 യുദ്ധവിമാന ഇടപാടുകൾ ഉൾപ്പെടെ വ്യാപാര അസന്തുലിതാവസ്ഥ കുറയ്ക്കുന്നതിനും US സൈനിക വിൽപ്പന വർദ്ധിപ്പിക്കുന്നതിനും ഇന്ത്യയും USഉം നടത്തിയ ചർച്ചയുടെ റിസൾട്ടാണെന്ന് തീർച്ച. ഇലോൺ മസ്ക് ട്രംപ് ക്യാബിനറ്റിലെ പ്രധാന അംഗമാണെങ്കിലും സ്വകാര്യ കമ്പനികളുടെ CEO എന്ന നിലയിലാണോ അതോ ഡോഗ് ടീമിന്റെ റോളിലാണോ ടെക് ശതകോടീശ്വരൻ മോദിയുമായി കൂടിക്കാഴ്ച നടത്തിയതെന്ന് ട്രംപ് വ്യക്തമാക്കിയിട്ടില്ല. ട്രംപിന്റെ സർക്കാരിൽ മസ്കിന്റെ പങ്ക് അദ്ദേഹത്തിന്റെ ബിസിനസ് രാഷ്ട്രീയ താൽപര്യങ്ങൾ തമ്മിലുള്ള അതിർവരമ്പുകൾ മങ്ങിയതാക്കുന്നുണ്ട്. കഴിഞ്ഞ മാസം രാജ്യത്തിന്റെ ഗവൺമെന്റിന് സുരക്ഷിതമായ ടെലികമ്മ്യൂണിക്കേഷൻ നൽകുന്നതിനുള്ള കരാറിനായി മസ്കിന്റെ സ്പേസ് എക്സുമായുള്ള ചർച്ചകൾ ഇറ്റലി സ്ഥിരീകരിച്ചു. പ്രധാനമന്ത്രി ജോർജിയ മെലനി ട്രംപുമായി ഫ്ലോറിഡയിൽ നടത്തിയ കൂടിക്കാഴ്ചയെ തുടർന്നുള്ള സംഭവ വികാസമായിരുന്നു അത്. എന്തായാലും ടെസ്ലയുടെ വർദ്ധിച്ചുവരുന്ന ആഗോള കാൽപ്പാടുകൾ ബിസിനസിന്റെയും രാഷ്ട്രീയത്തിന്റെയും വിഭജനത്തെ എടുത്തു കാണിക്കുന്നു എന്ന് ഉറപ്പാണ്. മസ്കിന്റെ സംരംഭങ്ങൾ ലോകമെമ്പാടുമുള്ള വിവിധ തന്ത്രപരമായ പങ്കാളികളിലേക്ക് വ്യാപിക്കുകയും ചെയ്യുന്നുണ്ട്. ഇതിന്റെ ഏറ്റവും പുതിയ ഡെവലപ്മെന്റ് ആണ് ടെസ്ലയുടെ ഇന്ത്യയിലേക്കുള്ള വരവും.